എല്ലാവർക്കും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്ത് എനിക്ക് മാത്രം എടുത്തിട്ടില്ല. ഇനി എന്നാണ് അവർക്ക് നമുക്ക് കഴിഞ്ഞ മാസം പൈസ എന്നൊക്കെ കഴിഞ്ഞില്ല. അങ്ങനെ ഇങ്ങനെയായിട്ട് ഇപ്പൊ തുണി ഉപ്പ എടുക്കണം എന്ന് പറഞ്ഞ് പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാട്ടാണ്. പൈസ വെച്ചാ പറയും കഴിഞ്ഞ ആഴ്ച അല്ലേ എടുത്തത്, ഇനി എന്തിനെടുക്കാൻ നിക്കണു. എനിക്കും നല്ലത് എങ്ങനെയെങ്കിലൊക്കെ ചോദിക്കാതെ എങ്ങനെയെങ്കിലൊക്കെ പൈസ കിട്ടുമോ നോക്കണം. ഈ ഡ്രസ്സൊക്കെ എന്ത് ഭംഗിയാണ്. ഓൺലൈനിലാണ്ട് ബുക്ക് ചെയ്താലോ? അതാവുമ്പോ എടുക്കാൻ പോയാലല്ലേ കാണുള്ളൂ. ഇവിടുന്ന് തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. നോക്കണം. നല്ല നല്ല സാരികളൊക്കെ ഉണ്ട് ഇതില്. ഒരു സാരി തന്നെ ഓർഡർ ചെയ്യാം, അതപ്പോ നടക്കുള്ളൂ. നല്ല ഭംഗിയുള്ള സാരി ഉണ്ട്. ഇത് മതി. ഇതിനുള്ള പൈസ ഇപ്പൊ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. പറഞ്ഞു നാവ് എടുത്തിട്ടില്ല. ഇത് വിളിക്കണം. അലൈക്ക. വലൈക്കും അസ്സലാം. നല്ല വർത്താനം തന്നെ. ഇമ്മ അവിടെ അകത്തുണ്ടല്ലോ, ഓതാണ് തോന്നുന്നുണ്ട്. ഞാൻ എന്താ വെറുതെ ഇങ്ങനെ ഇരിക്ക തന്നെ. അയക്കുണ്ടാ? എത്രയാണ്? 5000? ആയിക്കോട്ടെ, ഞാൻ കൊടുത്തോണ്ട്. എന്തിനാ ഇക്കമ്മാന്റെ അടുത്ത് കൊടുക്കണം? ഇപ്പൊ ഞാനില്ലേ നിങ്ങക്ക്? ഇത്രയും കാലം ഉമ്മന്നല്ലേ എല്ലാവർക്കും സക്കാത്തൊക്കെ കൊടുത്തിരുന്നു. ഇനി ഞാൻ കൊടുത്തോണ്ട്. നിങ്ങളെ പൈസ നിൽക്കും കൂടി അവകാശപ്പെട്ടതല്ലേ. ഞാൻ കൊടുത്തോളാം. വേറെന്താ? ആയിക്കോട്ടെ. ശരി ശരി ശരി. വലൈക്കും അസ്സലാം. തേടി ഉള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലായി. 5000 ഉറുപ്പ്യ ഉണ്ട്. സാരിക്ക് എന്തായാലും എത്ര ഉറുപ്പ്യ ആവും നോക്കട്ടെ. എന്നിട്ടത് ഓർഡർ ചെയ്യാം. തരുന്നവരല്ലേ. അപ്പൊ ഉമ്മ കാണാനൊന്നും പോണില്ല. ഓലിപ്പൊ പറഞ്ഞയച്ചു ചുറ്റും. വേഗം ഓർഡർ കൊടുക്കട്ടെ. സാരിക്ക് 4500, ബാക്കി 500 ഉണ്ടല്ലോ. അതായിട്ട് കുറച്ച് മേക്കപ്പ് സാധനങ്ങളും ഒക്കെ വാങ്ങാം. ഒക്കെ ഓർഡർ കൊടുത്ത് മേടിച്ചെന്നെ വേണം. വേഗം ഗൂഗിൾ പേന്ന് പൈസ ഒക്കെ ഇട്ട് കൊടുത്ത് റെഡി ആക്കട്ടെ, അല്ലെങ്കിൽ പൈസ വന്നോന്ന് നോക്കും. കൊടുത്തു. കുട്ടിയെ ആരാ? ഞാൻ ഇവിടെ അടുത്തുള്ള തന്നെയാണേ. ഉമ്മ ഇല്ല ഇവിടെ? ഉമ്മ അവിടെ അകത്ത് ഓതാണ്. എന്തേ? എല്ലാ കൊല്ലക്കും ഇവിടുന്ന് സക്കാത്തും പൈസ ഒക്കെ തരലുണ്ടേ. അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് വന്നതാണ്. അതെ, എന്നാ ഇക്കൊല്ലം ഇക്ക പൈസ അയച്ചിട്ടില്ല. ഇക്കൊല്ലം ഇല്ലാന്ന് ഇപ്പൊ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇജ്ജ് ഇവിടുത്തെ മരുമോളല്ലേ? ചെക്കന്റെ പെണ്ണുങ്ങളല്ലേ? മരുമോളാണ്. അനക്ക് ഇന്നെ അറിയണ്ടാവൂല. കഴിഞ്ഞ കൊല്ലം സക്കാത്തിന് വന്നപ്പോ പറഞ്ഞിരുന്നു ചെക്കൻക്ക് പെണ്ണ് നോക്കണ്ടെന്ന്. അനക്ക് ഇന്നെ മനസ്സിലാവായിട്ടാണ്. ആരാണത്? ഖദീജയാണാ? ഞാൻ വിചാരിച്ചു ഇജ്ജ് എന്താ വരാത്താണാവോന്ന്. കേറിയിരിക്കടി. ഇല്ലേ, കേറുന്നില്ല. ഏടി? ഓൻ പൈസ അയച്ചിട്ടില്ലേ? അങ്ങോട്ട് എടുത്തോന്റെ. അതുമ്മ ഇക്ക പ്രാവശ്യം പൈസ അയച്ചിട്ടില്ല.
ഇനി എന്നാ അയക്കാന്ന് അറിയില്ല. ചെലപ്പോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ടേക്കാരം അയക്കുണ്ടാവുള്ളൂ. ഇന്നിപ്പോ എന്തായാലും എന്റെ കയ്യിൽ തന്നിട്ടില്ല. ഇല്ലേ. ഇപ്പൊ എന്താണാവോ ചെക്കൻ പൈസ അയക്കാഞ്ഞത്. ചെലപ്പം കിട്ടിയിട്ടുണ്ടാവൂല. ഇജ്ജ് അവിടെ നിക്ക്, ഞാൻ ഇന്റെ അടുത്തുള്ളത് തരാം. എല്ലാ കൊല്ലവും ഓൻ പൈസ അയച്ചിട്ട് തരുന്നതല്ല എനക്ക്. ഇജ്ജ് അവിടെ നിക്കിട്ടെ, ഞാൻ ഇപ്പൊ വരാം. ആ അല്ല, ഇങ്ങക്ക് മാപ്പിള ഇല്ലേ? ആ മാപ്പിള ഉണ്ട്. പിന്നെ അവര് എപ്പോഴെങ്കിലൊക്കെ പണിക്ക് പോവും. പിന്നൊക്കെ ഒരു പെൺകുട്ടിയാണ്. ഈ മാപ്പിളാരൊക്കെ ഉള്ള ആൾക്കാർ എന്തിനാ ഈ സക്കാത്തിന് ഇങ്ങനെ നടക്കണത്? കാക്ക പണിക്കൊക്കെ പോണ ആളല്ലേ. പിന്നെ ഇങ്ങനെ ഒരു മടിയില്ല ഇങ്ങക്ക് എല്ലാ പെരേലും ഇങ്ങനെ കേറി ഇറങ്ങുമ്പോ? ഇക്ക എല്ലാ കൊല്ലം ഇവിടുന്ന് തരലുണ്ട്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, ഞാൻ പറഞ്ഞൂന്നുള്ളൂട്ടോ. ഞാനാണെന്നുണ്ടെങ്കി പോവൂല. അതാ ഞാൻ പറഞ്ഞത്. ഉമ്മ ഇപ്പൊ വരും. ഉം. ഇന്നടി ഇത് കൊണ്ടുപോയിക്കോ. എന്റെ അടുത്ത് ആകെ തന്നെ ഉള്ളൂ. ചെക്കൻ പൈസ അയച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു 500 കിട്ടീന്ന്. ഇപ്പൊ എന്റെ അടുത്ത് ആകെ ഒരു 100 തന്നെ ഉള്ളൂ. ഞാൻ അയക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ആൾക്കാണ് കൊടുന്ന് തരണ്ട്. എന്നാ ആയിക്കോട്ടെ, കൊഴപ്പൊന്നുമില്ല. എല്ലാ പ്രാവശ്യവും ഇപ്പൊ അങ്ങനെ തരാണ്ടാവൂലല്ലോ. എന്നാ ഞാനത് പോട്ടെ. അല്ല വെയിലയക്കണ്. ഒക്കെ ശരിയാവടിച്ച് ബേജാറാവണ്ട. പറിച്ചോണ്ടാവും എന്റെ പിന്നാലെ. ഈ വെയിലും കൊണ്ടുകാണ്ടിച്ച് നടക്കണുണ്ടല്ലോ, അതിനടക്കൊരു കാര്യം ഉണ്ടായിക്കോളും. അന്ന് ചാണ്ട് ചെല്ലെന്നാല്. ആ ആ എന്നാ ശരി മോളെ. എന്താണാവല് ഓൻ ഇപ്രാവശ്യം പൈസ അയക്കാഞ്ഞത്? ഇക്കറിയില്ലമ്മ. ഇക്കാക്ക് ചെലപ്പോ ശമ്പളം കിട്ടിയിട്ടൊന്നും ഉണ്ടാവൂല. അതാവും. നിക്ക് പിന്നെ അറിയില്ലല്ലോ നിങ്ങളിവിടെ സക്കാത്ത് കൊടുക്കണോന്നും. ഞാനാണെങ്കി അതിനെ പറ്റിയൊന്നും ചോദിച്ചിട്ടുമില്ല. നീ വിളിക്കുമ്പോ ഞാൻ ചോദിക്കാം. എന്നെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അനക്കറിയില്ലല്ലോ ഇപ്പൊ ഇത്. അടുത്ത കൊല്ലം മുതൽ ഉമ്മാന്റെ കുട്ടി എല്ലാ കാര്യവും നോക്കിയും കണ്ടും ചെയ്തോളുണ്ടു. ആ സക്കാത്ത് കൊടുക്കായിട്ടപ്പോ ഉള്ള പൈസ ബാക്കിയുള്ളൊരു ചെലവെടുത്തന്നല്ലാതെ സക്കാത്തൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാ? ഓൾക്ക് കൊറേ പൈസ ഇട്ടല്ല. അപ്പൊ എന്താ? കാലിന്റെ മുട്ടോണ്ട് ഒന്നും വെച്ച ഭയങ്കര ക്ഷീണമുണ്ട്. എങ്ങനെയാ പഠിച്ചോനെ ഈ നോമ്പ് 30 കഴിഞ്ഞു പോവണ്ടേ? ഒരു 3-4 ദിവസം ഒരു മഴ പെയ്തു, അതൊരാക്കുണ്ട്. ഇതോളെ ഫോണല്ലേ. ഇനി ചെക്കൻക്കൊന്ന് വിളിച്ചോക്കട്ടെ. ഹലോ. അല്ല കുട്ടി, ഇജ്ജ് എന്താ പൈസ അയക്കാത്ത ഈ മാസം? എല്ലാ കൊല്ലവും റമദാനില് നമ്മള് സക്കാത്ത് കൊടുക്കണതല്ലേ. ഇജ്ജ് ഇക്കൊല്ലം മാത്രം അയച്ചില്ലാന്നുണ്ടെങ്കില് ഈ വരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ എന്താ പറയാ? ഇജ്ജന്നെയാണ് അത് ശീലാക്കും ചെയ്തത്. എല്ലാ കൊല്ലം കൊടുത്തുങ്ങാണ്ട്. ഇക്കൊല്ലം ഇല്ലാതെ എന്താപ്പോ? ഇജ്ജ് അയച്ചിട്ടില്ലാന്നാണല്ലോ എന്റെ പെണ്ണുങ്ങള് പറഞ്ഞത്. എന്നിട്ട് നമ്മളാ തെക്കേതില് ആ പെണ്ണ് വന്നിട്ട് എന്നിട്ട് എല്ലാ കൊല്ലവും വരലില്ല. മറ്റേ താത്ത, വയ്യാത്ത അവന്റെ ഓള് വന്നിട്ട് എന്റെ അടുത്തുള്ള ആ പൈസ കൊടുത്തിട്ടാ പോയത്. വെറും 100 ഉറുപ്യ. ഇജ്ജ് എല്ലാ കൊല്ലവും 500 കൊടുക്കണല്ലേ. അത് വിചാരിച്ചിട്ട് കേക്കാരപ്പ ആ വെയിലും കൊണ്ടുകണ്ട് ആ പാവം വന്നിട്ടുണ്ടാവുക. 5000 ഉറുപ്യ അയച്ചിട്ടുണ്ടെങ്കി അവിടെ ഓള് എന്റെ അടുത്ത് തന്നിട്ടൊന്നും ഇല്ലല്ലോ.
എന്നിട്ട് ഓള് കൊടുത്തിട്ടൊന്നുമില്ല. ഓള് എന്നോട് അറിഞ്ഞു ഓല് ഇതുവരെ പൈസ അയച്ചിട്ടില്ല, ഇക്ക് ഇവിടെ സക്കാത്ത് കൊടുക്കണോന്നും അറിയൂല, ഓല് ഇതുവരെ പൈസ അയച്ചിട്ടില്ല എന്നാണ് ഓള് പറഞ്ഞത്. എന്ത് കാട്ടണ്, ഞാൻ എന്റെ അടുത്തുള്ള ഒരു 100 ആ പാവത്തിന് കൊടുത്ത്. ഇനി ഇജ് അയച്ച് ഇനി ഇജ് അയക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് കൊടുന്നു തരാന്നാ പറഞ്ഞത്. എന്താ പണ്ട് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമൊക്കെ തുടങ്ങിയിരിക്കണ്? ഓളാ പൈസ എന്താ കാട്ടിയിരിക്കണ് ഞാൻ ചോദിച്ചു നോക്കട്ടെ. പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇജ്ജ് തന്ന പൈസ ഓൾ എന്താ കാട്ടി നിനക്ക് അറിയണല്ലോ. വല്ലാത്തൊരു കഥ. ഞാൻ ഇജ്ജ് പൈസ അയച്ചിട്ടില്ല എന്നാ ഞാൻ ഇതുവരെ വിചാരിച്ചിരിക്കണത്. ഓൾക്കാണെങ്കിൽ ഒരു കൂസലും ഇല്ലേനു. അപ്പൊ എനിക്കറിയാം ഇപ്പൊ ഇത് ഇങ്ങനെയാണ് എന്നുള്ളത്. ഇജ്ജ് അതിന് ബേജാറാവൊന്നും വേണ്ട. ഓളാ പൈസ എന്താ കാട്ടിയിരിക്കണ് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇവിടെ ആൾക്കാർ ഇങ്ങനെ വന്ന് പോണുണ്ട്. ഓള് കൊടുക്കണുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചിരിക്കണു ഇജ്ജ് ഓളെ ഏൽപ്പിച്ചത് ഏക്കാരെന്നാണ്. ആയിക്കോട്ടെ, എന്നാലും ഞാൻ ഓളോട് ചോദിച്ചു നോക്കട്ടെ. ശരി. ഷിഫാന, ഷിഫാന ഏടി? ഓളാ പൈസ എന്താ കാട്ടിയിരിക്കണെന്നുള്ളത് അറിയന്നെ വേണം. ഷിഫാന വിളിച്ചിട്ടുണ്ടെങ്കിൽ വരൂല്ല. എന്തേലും പണിയെടുക്കാൻ കൂടും, അതൊന്നുമില്ല. കുറച്ച് പൈസ ഉള്ളടത്തുനിന്ന് വന്നിക്കണെന്നുള്ളതിന്റെ ആ ഒരു കാട്ടിക്കിട്ടല. ഇനി ഇല്ലാത്ത സാധനങ്ങളില്ല ഇതിന്റെ മേലെ. ഇനി വാപ്പല്ലാത്തൊക്കെ കൊടുന്ന് വെച്ചിക്കണു. എന്തമ്മ? അല്ല, ഓൻ അയച്ച പൈസ എന്താ കാട്ടിയത്? അതിന് ഇക്ക പൈസ അയച്ചിട്ടില്ല ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞില്ലേ. ഇക്ക അയച്ചിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് തരുമല്ലോ. അപ്പൊ നിങ്ങൾ ഇന്നൊരു കള്ളത്തി ആക്കുക. അനക്ക് എങ്ങനെ ഈ റമദാൻ മാസത്തിൽ ഇങ്ങനെ നോണ അറിയാൻ വെക്കണത്? നോമ്പ് നോറ്റുങ്ങാണ്ട് നോണ അറിയാനാ നടക്കണത്. ഓൻ 5000 ഉറുപ്പ്യ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അന്റെ അടുത്ത് തന്നിക്കണെന്നും പറഞ്ഞിക്കണ്. ആ പൈസ എന്താ കാട്ടിയത്? ഇക്കറി തന്നെ വേണം. എന്റെ മകന് കാണാകാട്ട് കിടന്നിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. എന്താ കാട്ടിയേച്ചി? ആ പൈസ ആയിട്ട് ഞാൻ ഡ്രസ്സ് ഓർഡർ കൊടുത്ത്. അതിന് ഇജ്ജ് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ പോണോന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് ഞാൻ ഫോണിൽ കൂടെ ഓർഡർ കൊടുത്തതാണ്. ഒരു സാരിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ അതിനുണ്ട് ഓർഡർ കൊടുത്തു. എത്ര രൂപന്റെ തുണി കുപ്പായാണ്? 4500. 4500 ഉറുപ്പ്യേ? ഈ 4500 ഉറുപ്പ്യന്റെ ഡ്രസ്സൊക്കെ ഇജ്ജ് ഇടുള്ളൂ? എല്ലാരും സാധാരണ 2000 ഉറുപ്പ്യയുടെ ഡ്രസ്സൊക്കെ എടുക്കുമ്പോ ഇജ്ജ് 4500 ഉറുപ്പ്യന്റെ ഡ്രസ്സ്. വല്ലാത്തൊരു പഠിപ്പ് തന്നെയാണ് എന്റെ അടുത്ത്. എന്റെ ഇഷ്ടത്തിന് ഒരു ഡ്രസ്സ് വാങ്ങാനുള്ള ഒരു അവകാശം എനിക്കില്ല ഇവിടെ. ഞാൻ എന്റെ പെരയിൽ ഇങ്ങനൊന്നല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ അപ്പപ്പോ ഓർഡർ ചെയ്യും. എന്റെ ഒപ്പം എനിക്ക് പൈസ ഒക്കെ തരലുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോ മാപ്പിളുടെ പൈസക്ക് ഒരു അവകാശവും ഇല്ലാത്ത പോലെ. അന്റെ പെരയിൽ പൈസ ഉണ്ടാവുവേ. അനക്ക് ഇങ്ങനെ ദൂർത്തടിക്കാനുള്ള പൈസ എന്റെ വാപ്പ തരുന്നുണ്ട് വിചാരിച്ചിട്ട് എല്ലായിടത്തും ഒരുപോലെ ആവണമെന്നില്ല. അത് ശരി. അല്ലെങ്കിലും ഈ ആൾക്കാർക്ക് എന്തെങ്കിലും ഈ സക്കാത്തൊക്കെ കൊടുക്കാൻ നിക്കണത്? ഓൾക്ക് പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കി കൂടെ? ഇത് 4 പേരെ തെണ്ടാൻ നടക്കും നേരം വിളിക്കുമ്പോ. വന്ന താത്താക്കൊക്കെ മാപ്പിളൊക്കെ ഉണ്ടല്ലോ. ഈ മാപ്പിള ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ സക്കാത്ത് കൊടുക്കുക. ആ പെണ്ണിന്റെ കാര്യം എനക്കറിയോ? ഓളെ മാപ്പിളക്കേ ക്യാൻസർ ആണ്. ആ ചെക്കന് ഒരു പണിക്ക് പോവാൻ അടക്കം വെച്ച. ഈ പെണ്ണാണ് കണ്ണി കണ്ട ആൾക്കാരെ പെരേല് പാത്രം മുറിയിട്ടും അടിച്ചോരി തുടച്ചിട്ടും ഉണ്ടാക്കുന്ന പൈസക്കാണ് ഓന്റെ മരുന്നും കുട്ടികളെ പഠിപ്പും കാര്യങ്ങളൊക്കെ നടക്കണത്. അതെനക്ക് വല്ലതും അറിയോ? എവിടെ? അനക്ക് ഈ പാവങ്ങളെ കാര്യമൊന്നും അറിയില്ലല്ലോ. ഈ ഉള്ള ആൾക്കാർ സക്കാത്തിന് നടക്കുവോ? ഇല്ലാത്തവരെന്നല്ലേ നടക്കുള്ളൂ. എന്നിട്ട് ആ പെണ്ണിനെ പറയുന്നത്? ഇങ്ങനെ മുണ്ടാതെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ലട്ടോ കുട്ടിയെ. ഞാൻ പറഞ്ഞുതരാം. ആ പൈസ കിട്ടുന്നെ വേണം. ഇങ്ങനെ പൈസ അയക്കും ചെയ്ത് ഇന്നലെ ഡ്രസ്സിന് ഓർഡറും കൊടുത്തു. അപ്പൊ ഇതിനകത്ത് തള്ളനെടുക്കും കെട്ടെടുക്കുകയും ചെയ്തു.
ഇപ്പൊ എന്താ കാട്ടിക്കാനോട് ഇപ്പൊ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കിടങ്ങറാവും. ഇക്ക നിന്നെ വിളിക്കും, ചീത്ത പറയും, ഇല്ലാത്തൊരു കഷ്ടം. വാണ്ടിണ്ടായില്ല, കൊടുത്താ മതി. അപ്പത്തിന് എന്റെ ഡ്രസ്സും ഭ്രാന്തും. ഇപ്പൊ എന്താ ചെയ്യ?